ജെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യാത്രയുടെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു 25 വർഷത്തെ യാത്രയുടെ ഒരു പക്ഷേ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലോ സെൻട്രൽ ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ ആ ജെറിയിലേക്ക് ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ ജെറി ക്യാരക്ടറിന് ഒരുപാട് വേഴ്സറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ ആ വേഴ്സറ്റാലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് എൻ്റെ 25 വർഷത്തെ ജേണിയാണ്. ഒരുപക്ഷെ ഒരു സീനിയർ ഡയറക്ടർ പോലും പരിഗണിക്കാത്ത ഒരു പുതിയ ഡയറക്ടർ ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുകയാണ്. പുള്ളിയുടെ മുന്നിലൊന്നുമില്ല, ഒരു റെഫറൻസും ഇല്ല. ഇപ്പോൾ ഒരു മിന്നാമിനിങ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഹീറോ സുരഭിയുടെ അഴിഞ്ഞാട്ടമായിരുന്നല്ലോ. അപ്പോൾ സുരഭിയുടെ പെർഫോമൻസിൻ്റെ ഓറയ്ക്കകത്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങ് മുങ്ങിപ്പോയി. പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തൊരു സിനിമയാണ് മിന്നാമിനിങ്. പക്ഷേ സുരഭിയുടെ പെർഫോമൻസ് ഡോമിനേറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും ക്യാരക്ടർ സൈഡ് ലൈൻ ചെയ്തു. അത്ര മനോഹരമായി ചെയ്തു. കാരണം ഞാൻ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി സുരഭി ഇതാ എന്തൊക്കെ നേടാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ജെറിയുടെ ആൺമക്കളുടെ ഡയറക്ടർ ജിജോയ്ക്ക് എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം. പക്ഷെ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റിയോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഭീകര സ്പേസോ ഉള്ളൊരു ക്യാരക്ടറൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് പോകുന്നു എന്നുള്ള ക്യാരക്ടർ. പക്ഷേ ഈ ജെറിയിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു വേഴ്സറ്റൈൽ ക്യാരക്ടറാണ്. ഒരു 4 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വൈഫും മക്കളും അപരിചിതരായി തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കല്ല, വൈഫും മക്കളും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആവുകയാണ്. പുള്ളിയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇയാളുടെ ഒരു ഭയങ്കര മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര ലവ് ടുവേർഡ്സ് വൈഫാണ്. വൈഫല്ലാതെ ഇയാൾക്ക് വേറൊരു പ്ലേസ്മെൻ്റ് ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊരു ആക്ടറും കൊതിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ജിജോ സെബാസ്റ്റ്യൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം ഞാൻ ആദ്യം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഭയങ്കര ക്യാരക്ടറാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഞാൻ ഭയങ്കര ത്രില്ലായി. ഈ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. 2001 ആദ്യത്തെ സിനിമ സ്വപ്നം കൊണ്ടതിലാവാറുണ്ട്. അപ്പൊ 2001 തൊട്ട് ഇപ്പൊ 2025 ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. 35 സിനിമ. ഇൻട്രസ്റ്റിംഗ് വേഷങ്ങളെ കുറിച്ചൊന്ന് പറയുമോ? ഇൻട്രസ്റ്റിംഗ് വേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ക്യാരക്ടേഴ്സാണ്. നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതും നോട്ടീസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു. ഇപ്പോൾ അതിൽ തന്നെ ട്രാഫിക് ഉണ്ട്, ഡിറ്റക്റ്റീവ് ഉണ്ട്. എല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സാണ്. അമൽ നീരദിൻ്റെ 2 സിനിമ ചെയ്തു. ഈ എല്ലാം വലിയ ക്യാരക്ടർ. അമൽ നീരദിൻ്റെ സിനിമകൾ, അമൽ നീരദിൻ്റെ 2 ക്യാരക്ടർ ചെയ്തു, 2 സിനിമയിൽ അഭിനയിച്ചു. അൻവറും ബാച്ചലർ പാർട്ടിയും ചെറിയ ക്യാരക്ടേഴ്സാണ്. പക്ഷേ അമലൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ ക്യാരക്ടറിന് പോലും അമൽ നീരദൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതായത് ട്രെയിൻഡ് ആക്ടർ എന്നുള്ള സാധനത്തിനെ അവർ മാനിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചെറിയ സീനിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ട്രെയിൻഡ് ആക്ടർ വരുന്നതിൻ്റെ പുള്ളിക്കൊരു എന്ന് വെച്ചാൽ അമൽ നീരദിൻ്റെ ഒരു പ്രൈഡാണ്. അങ്ങനെ ഞാൻ അഭിനയിച്ചതാണ് അതിനകത്ത്.